ഫസിലോച്ചിലാണ്. ഇതാ നമ്മുടെ ഈ ഭിത്തി കണ്ടോ, ആ ഭിത്തി മൊത്തം വെള്ളം പിടിച്ച് പെയിൻ്റൊക്കെ ഇളകി വളരെ വൃത്തികേടായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ഇതിലെ UV ഷീറ്റ് നമ്മൾ ഇതിനകത്ത് ഒട്ടിക്കാൻ പോവുകയാണ്. അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്താ ഇത് നമുക്ക് തന്നെ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് 10 അടി നീളത്തിലും 4 അടി വീതിയിലുമുള്ള ഷീറ്റാണ് വരുന്നത്. ഇതിൻ്റെ പുറകിൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇതിൻ്റെ പുറകിൽ ഇവിടെ ഇങ്ങനെ സ്റ്റിക്കറാണ് വരുന്നത്. ഈ സ്റ്റിക്കർ ഇളക്കിയിട്ടാണ് നമ്മളിതിന് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ കുറച്ച് നോക്കി ചെയ്യാമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. എല്ലാവരും ഇതുപോലൊക്കെ വെള്ളം പിടിച്ച ഭിത്തികളൊക്കെ നല്ല മനോഹരമാക്കി എടുക്കാൻ പറ്റും. ഇതിന് ഒരുപാട് വെറൈറ്റി കളറുകളും കിട്ടുന്നുണ്ട്. ഈ ഒരു ഷീറ്റ് കണ്ട്, ഈ ഒരു ഷീറ്റ് വരുമ്പം നമുക്ക് 4 അടി വീതിയിലും 10 അടി നീളത്തിലുമാണ് ഈ ഷീറ്റ് വരുന്നത്. അപ്പം 10 അടി നീളമാകുമ്പോൾ നമ്മളൊരു ഭിത്തിക്ക് കറക്റ്റ് ബരാബർ വരും. അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി ഒട്ടിച്ചതിന് ശേഷമുള്ള ഭാഗം നമുക്ക് കാണാം. ഓക്കെ, നമ്മളിതിങ്ങനെ ചെയ്യുമ്പം വെള്ളം പിടിക്കുന്ന ഭാഗം ചെറുതായിട്ട് ചിലപ്പം പശ ഒട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ചെയ്യേണ്ടത് നമ്മൾ മെറ്റൽ ലോക്ക് ഫ്ലെക്സൊക്കെ ഒട്ടിക്കുന്ന ഒരു പശയാണിത്. അത് വാങ്ങിച്ച് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അത് മേളിൽ ചെറുതായിട്ടൊന്ന് സ്പോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? അതിമനോഹരമല്ലേ? ഇതുപോലെ വൃത്തികേടായിട്ടുള്ളതും വെള്ളം പിടിക്കുന്നതൊക്കെയുള്ള ഭിത്തികളൊക്കെ നമുക്ക് ഇതുപോലുള്ള UV ഷീറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും.